ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 35-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. എത്ര ലാഘവത്തോടുകൂടെയാണ് നീ വഴിമാറി നടന്നത്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന പാപിയുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പാപം ചെയ്യുന്നവൻ ക്രമേണ അതവൻ്റെ സ്വഭാവമാണ്, പാപം ചെയ്യുക എന്നത് തൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു പോകുന്നു. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഭയങ്കര കോപമുള്ള ആൾ, കോപക്കാരനാണ്, അല്ലെങ്കിൽ കോപക്കാരിയാണ്, ഞാനൊരു ദേഷ്യക്കാരനാണ് എന്നൊക്കെ പറയാറുണ്ട്. അത് തെറ്റായ ഒരു ധാരണയാണ്. അത് ഈ വചനവുമായി ചേർത്ത് വയ്ക്കാവുന്നതാണ്. അത് തൻ്റെ സ്വഭാവമായി മാറിയതായിട്ട് അവർക്ക് തോന്നുന്നു. അതിനെ ലാഘവ ബുദ്ധിയോടുകൂടെ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാൻ പോലും അവർക്ക് തോന്നുന്നത്. ആകയാൽ ഈ ലാഘവ ബുദ്ധിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരികെ വരികയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അല്ലായെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് നമ്മളെ ശിക്ഷിക്കും, കുറ്റം വിധിക്കും എന്നാണ് വചനത്തിൽ പഠിപ്പിക്കുന്നത്. പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. അതിന് തൊട്ടു മുമ്പ് പറയുന്നത്, കർത്താവിന് കോപമില്ല എന്ന് നീ പറയുന്നു. ഞാൻ ദേഷ്യക്കാരനാണെന്ന് പറയുന്നവൻ്റെ വിചാരം കർത്താവിന് ഇതൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് അവൻ്റെ വിചാരം. യഥാർത്ഥത്തിൽ കർത്താവ് അതിനെ കുറ്റം വിധിക്കുമെന്ന് തന്നെയാണ് വചനം പറയുന്നത്. ആകയാൽ പിശാച് മൂഢാവസ്ഥയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനസികാവസ്ഥ, ആത്മീയാവസ്ഥയാണ് ഈ ലാഘവ ബുദ്ധിയിൽ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ മൂഢതയിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ പാപത്തെ സീരിയസ് ആയിട്ട് കാണുവാൻ, അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പാപത്തെ ലാഘവ ബുദ്ധിയോടുകൂടെ കാണാതിരിക്കാനുള്ള അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.